വേദിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട അരുൺ, ബഹുമാന്യനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറും നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള അഡ്വക്കേറ്റ് പി ജി ജയൻ അവറുകൾ, അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ മുന്നിലുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. മറ്റത്തൂർ പഞ്ചായത്തിലെ ഒരു വലിയ പരിപാടിയിൽ കോടാലിയിൽ നമ്മൾ ഒരുമിച്ച് കണ്ടതാണ്. അതിനെ തുടർന്ന് നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച വ്യക്തിക്ക് 2ാം സ്ഥാനം കിട്ടുകയും ബ്ലോക്കിൽ നമ്മൾ 2ാം സ്ഥാനത്ത് വരികയും നിരവധിയായിട്ടുള്ള വാർഡുകളിൽ നമ്മൾ 2ാം സ്ഥാനത്ത് വന്നു, 4 പേർ വിജയിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ ആരും കണക്കാക്കുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങളുടെ അധ്വാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംസ്ഥാന ഭാരവാഹികളിൽ ഒരാളായിട്ടുള്ള ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന വഴിയിൽ തകഴി പഞ്ചായത്തിൽ ഒരു പരിപാടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴ ജില്ലയുടെ അധ്യക്ഷൻ അദ്ദേഹം വിളിക്കുകയായിരുന്നു. അപ്പോൾ 21-ാം തീയതി രാവിലെ സത്യപ്രതിജ്ഞ നടക്കുന്ന നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ള പള്ളിപ്പുറം പഞ്ചായത്തിലെ പരിപാടിക്ക് ശേഷം അവിടെ തന്നെ നിൽക്കണമെന്നും വൈകുന്നേരം തകഴിയിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കണമെന്നും ഒരു സ്വതന്ത്രൻ നമ്മളെ കാണാൻ വേണ്ടി, ജില്ലാ അധ്യക്ഷനെ കാണാൻ വേണ്ടിയിട്ട് എത്തുകയും അവിടെ ഭരണം നമ്മുടെ കൈകളിലേക്ക് വരും തകഴി പഞ്ചായത്തിൽ എന്നുള്ള രീതിയിൽ അത് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. ബുധനൂരിലും തിരുവൻമണ്ടൂരിലും പൂഞ്ഞാറിലും ഒക്കെ ഇതുപോലെ തന്നെ പ്രസംഗിക്കാൻ നമുക്ക് അവസരം കിട്ടി. അവിടെയെല്ലാം നമ്മൾ ആ പഞ്ചായത്തിൻ്റെ ഭരണം നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാൽ തിരുവനന്തപുരത്ത് 6 പഞ്ചായത്തുകളിൽ നമുക്ക് ഭരണമുണ്ട്. 220-ലധികം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ അവിടെ നമുക്ക് വിജയിച്ചു. അനന്തപുരിയെ ഇളക്കി മറിച്ചുകൊണ്ട് നമുക്ക് ഇടതനും വലതനും എല്ലാ അഭ്യാസങ്ങളും ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ നടത്തിയിട്ടും 50 സീറ്റുകൾ നേടിക്കൊണ്ട് നമ്മൾ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ തന്നെ നമ്മളെ അഭിനന്ദിച്ചിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി. അങ്ങനെ അനന്തപുരിയുടെ തിളക്കം. അപ്പോൾ ഒട്ടും മോശമല്ല ആലപ്പുഴ എന്നുള്ള ആ ഒരു പിക്ചർ നിങ്ങളുടെ മുന്നിലുണ്ടാവും. അതായത് 198-ലധികം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. അത് ഞാൻ അടിവരയിട്ട് പറയുന്നത് എനിക്ക് ആ പ്രദേശത്തിൻ്റെയൊക്കെ ചുമതലയുണ്ടായിരുന്നു. അപ്പോൾ 198-ലധികം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും തിരുവനന്തപുരത്ത് 6 പഞ്ചായത്ത് പിടിച്ചപ്പോൾ ആലപ്പുഴയിലെ 5 പഞ്ചായത്തിന്റെ ഭരണം ഞങ്ങൾ പിടിച്ചു. അവിടെ നിരവധിയായിട്ടുള്ള പഞ്ചായത്തുകളിൽ 2 കൂട്ടരും ഒരുമിച്ച് സഹകരിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ മൂവ്മെന്റിനെ തകർക്കാൻ അവർ പരിശ്രമിച്ചു. ചില സ്ഥലത്തൊക്കെ അവരതിൽ വിജയിച്ചു. കായംകുളത്തും ഹരിപ്പാടും വലിയ രീതിയിലുള്ള ഐക്യപ്പെടൽ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായി. അപ്പോൾ പത്തനംതിട്ടയിലും അതുപോലെ തന്നെ കോട്ടയത്തും ഒക്കെ നമുക്ക് നല്ല മുന്നേറ്റം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ തൃശ്ശൂരിൽ പോലും, തൃശ്ശൂരിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള ആ വിജയം നമുക്ക് തൃശ്ശൂരിലും ഉണ്ടായിക്കൂടെ എന്ന് ചില ആളുകൾ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂരിൽ നമ്മളെ പരാജയപ്പെടുത്തിയവരെ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ അവർ അണിയറയിൽ പ്രവർത്തനം നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. വിവിധങ്ങളായിട്ടുള്ള പഞ്ചായത്തുകളിൽ, വിവിധങ്ങളായിട്ടുള്ള ബ്ലോക്കുകളിൽ, ജില്ലാ പഞ്ചായത്തുകളിൽ അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. അത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, നടി ആക്രമിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു ഉദാഹരണം, ഇന്ന് ഞാൻ കണ്ട ഒരു ചിത്രം ദൃശ്യമാധ്യമങ്ങളിലൂടെ, നടി ആക്രമിക്കപ്പെട്ട നടിക്ക് സഹായം ചെയ്യുന്നു എന്നുള്ള വ്യാജേന എല്ലാ മന്ത്രിമാരും സംസാരിച്ചു, അല്ലെ? യഥാർത്ഥത്തിൽ എന്താണ് അതിൽ സംഭവിച്ചത് എന്നുള്ളത് പത്രം വായിച്ചവർക്കും ദൃശ്യമാധ്യമങ്ങൾ കണ്ടവർക്കും അറിയാം. ഞാൻ ഇന്ന് പോരുന്നതിന് മുൻപ് കണ്ട ഒരു ചിത്രം, കഴിഞ്ഞ ദിവസം കോടതി നടത്തിയിട്ടുള്ള കോടതിയുടെ പരാമർശത്തെ ഹൃദയം പൊട്ടുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് നടി ആ കോടതിയെക്കുറിച്ച് സംസാരിച്ചതെങ്കിൽ, ഇന്ന് ഞാൻ കണ്ടത് ആരാണോ ഈ നടിയെ ഇത്തരം സാഹചര്യത്തിലൂടെ എത്തിച്ചത്, എങ്ങനെയാണോ പോലീസ് ആദ്യഘട്ടത്തിൽ FIR തയ്യാറാക്കിയത്, ഇതിനെല്ലാം കാരണക്കാരനായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ നടിയെ അടുത്ത് വിളിച്ച് കേക്ക് മുറിക്കുന്നതാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടത്. പാവം അല്ലെ, ഒരു സഹോദരി, അവര് മുഖ്യമന്ത്രി വിളിച്ചാൽ പോവും. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത്,
ഇവിടെ നമുക്ക് മുന്നിലുള്ളത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും അണിയറയിൽ അവർ സഖ്യത്തിലാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ ദിവസം രാവിലെ കോൺഗ്രസിന്റെ KPCCയുടെ പ്രഗത്ഭനായിട്ടുള്ള ലീഡർ എന്ന് അവര് തന്നെ പറയുന്ന ശ്രീമാൻ സണ്ണി ജോസഫ് പറഞ്ഞത്, ഭാരതീയ ജനതാ പാർട്ടിയെ അകറ്റി നിർത്താൻ വേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോകും എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം പാലക്കാട് നിന്ന് മിസ്റ്റർ ശ്രീകണ്ഠൻ പറഞ്ഞു, ഒരു കാരണവശാലും പാലക്കാട് ഞങ്ങൾ ഭരണത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എത്തിക്കില്ല, അതിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും, ഞങ്ങളെ കൊണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം നമ്മൾ കണ്ടത്, ഗോവിന്ദ മാഷയുടെ പ്രതികരണം കണ്ടത്, ജയരാജന്റെ പ്രതികരണം കണ്ടത്. അവരെല്ലാം തന്നെ പറയുന്നത് എന്താണ്? ഞങ്ങൾ BJPക്ക് എതിരാണ്, ഞങ്ങൾ നരേന്ദ്രമോദിക്കെതിരാണ്. അതാണല്ലോ അവർ പറയുന്നത്. അതിനുള്ള എല്ലാം തെരഞ്ഞെടുപ്പിന് മുൻപ് അവരെന്ത് ചെയ്തു? നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഓരോ വാർഡുകളിലും മറിക്കാൻ സാധിക്കുന്ന വോട്ടുകൾ മറിക്കുകയും ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരായിട്ടുള്ള ധാരണ ആളുകൾ സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ജനാധിപത്യത്തെ പല പ്രദേശങ്ങളിലും പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ കൃത്യതയുണ്ട്. നമുക്കതിനെക്കുറിച്ചെല്ലാം തന്നെ നല്ല വിവരവും ജാഗ്രതയും തെരഞ്ഞെടുപ്പിന്റെ 3 ദിവസം മുൻപ് പോലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് മറ്റത്തൂർ പഞ്ചായത്തിൽ നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു അസംബ്ലിയിൽ ഒരു MLA MP ഇതല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. അങ്ങനെ ആ പ്രധാനപ്പെട്ട ആഗ്രഹം വെച്ച് പുലർത്തുന്ന ചില നേതാക്കന്മാരെ നമുക്ക് TV-യിൽ ഇന്ന് കോൺഗ്രസിന്റെ ആളായിട്ട് കാണാം, നാളെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളായിട്ട് കാണാം. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ പരാജയപ്പെടുന്നതല്ല നമ്മുടെ വിഷയം, നാട് പരാജയപ്പെടുന്നതാണ് നമ്മുടെ വിഷയം. അപ്പൊ നാട്ടിൽ ഒരു പരാജയം, മറ്റത്തൂർ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ NDAയുടെ ഭരണം ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് കോടാലിയിലെ പ്രസംഗവേദിയില് ബഹുമാനപ്പെട്ട ജയൻ അദ്ദേഹം പ്രസംഗിച്ചതുപോലെ സംഭവിക്കുമായിരുന്നു. മറ്റത്തൂരിൽ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് മറ്റത്തൂരിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഈ പഞ്ചായത്ത് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ ലഭ്യമാക്കി കൊടുക്കുമായിരുന്നു. എന്നാൽ മറ്റത്തൂരിലെ നിവാസികൾക്ക് ഭാഗ്യമില്ലാതായി പോയി എന്നുള്ളതാണ്. NDAയുടെ ഭരണം അവരുടെ മുന്നിൽ ഇല്ലാതായി പോയപ്പോൾ അവർക്കാണ് നഷ്ടമുണ്ടായിട്ടുള്ളത്, നമുക്കാണോ നഷ്ടമുണ്ടായിട്ടുള്ളത്? എന്നാൽ ആ നഷ്ടമുണ്ടായി എങ്കിൽ പോലും എന്ത് ചെയ്യണം? ഈ 4 പേർ അല്ലെ, 4 പേരാണല്ലോ വിജയിച്ചത്, 4 പേർ കാവൽക്കാരുടെ ജോലി ഏറ്റെടുക്കണം എന്നുള്ളതാണ്. നരേന്ദ്രമോദിയാണ് രാജ്യത്തോട് പറഞ്ഞത്, ഞാൻ മോദിജി കാവൽക്കാരനായിട്ട് പ്രവർത്തിക്കുമെന്നാ പറഞ്ഞത്. സേവകനായിരിക്കും ഞാൻ, നിങ്ങളുടെ കാവൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ മറ്റത്തൂർ പഞ്ചായത്തിൽ സംരക്ഷണ കവചം മനുഷ്യരുടെ, ഇവിടുത്തെ ജനങ്ങളുടെ, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളുടെ, ഇവിടുത്തെ അമ്മമാരുടെ, ഇവിടുത്തെ കുട്ടികളുടെ, ഇവിടുത്തെ ആബാലവൃദ്ധം വരുന്ന ജനങ്ങളുടെ സംരക്ഷണ കവചം ഏറ്റെടുത്തുകൊണ്ട് ഈ പഞ്ചായത്തിൽ അതിന്റെ നേതൃസ്ഥാനത്തേക്ക് ഈ 4 പേരും എത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു മെമ്പറെ അല്ലെ, മൂലംകുളത്ത് ഒരു മെമ്പറെ തടഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടി അക്രമം അഴിച്ചുവിടാൻ പരിശ്രമിച്ചു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അക്രമം അഴിച്ചുവിടാൻ മാർക്സിസ്റ്റ് പാർട്ടി പരിശ്രമിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കരുതലോടുകൂടി അതിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് നീങ്ങുകയും അവരാഗ്രഹിച്ച എന്താണ്? ഒരു അടിപിടി ഉണ്ടാകണം, ഒരു സംഘർഷം ഉണ്ടാകണം. സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ തെരഞ്ഞെടുപ്പിന് കോട്ടം പറ്റും. അപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥികളും നമ്മുടെ പ്രവർത്തകരും മുഴുവൻ അതിന്റെ പിറകിൽ പോകും. ഇതായിരുന്നു അവരുടെ ധാരണ. മാർക്സിസ്റ്റ് പാർട്ടി എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, നിങ്ങളൊക്കെ TV-യിൽ കണ്ടിട്ടുണ്ടാകും. അതായത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോ വടിവാളുമായിട്ട് കേരളത്തിൽ ഇറങ്ങി നടന്ന് അക്രമം അഴിച്ചുവിടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരെ നമ്മൾ കാണുകയുണ്ടായി. എന്തുകൊണ്ട് സംഭവിക്കുന്നതിന്റെ കാരണം SFI അങ്ങനെയാണ്, DYFI അങ്ങനെയാണ്, മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെയാണ്. ഇപ്പോഴാണ് വെട്ടുകത്തി താഴെ വെച്ചത്. കാരണം എന്റെയും നിങ്ങളുടെയും സഹപ്രവർത്തകനായിട്ടുള്ള KT ജയകൃഷ്ണ മാസ്റ്ററെ ക്ലാസ്സിൽ പിഞ്ചു കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്താണ് വെട്ടിക്കീറി കൊലപ്പെടുത്തിയത്. സ്വന്തം പാർട്ടിയിൽപ്പെട്ട രമയുടെ ഭർത്താവിനെ TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരു മടിയും കൊട്ടേഷൻ കൊടുക്കാൻ അവർക്ക് ഉണ്ടായില്ല. ഒരു ഗവർണർ, എല്ലാവരും ആരാധിക്കേണ്ട ഭരണകൂടത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള ഒരു ഗവർണറെ റോഡിൽ തടയാനും അദ്ദേഹത്തിനെതിരെ വെല്ലുവിളി നടത്താനും ഒക്കെ SFIയുടെയും DYFIയുടെയും ചെറുപ്പക്കാരെ കയറൂരി വെട്ടുന്നത് ഈ കേരളത്തിന്റെ മണ്ണിൽ ഞാനും നിങ്ങളും കണ്ടതാണ്. അപ്പൊ ഇവര് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് ഇതല്ല, ഇതിലപ്പുറവും ഉണ്ടാകും എന്നുള്ളതാണ്. ഒരൊറ്റ നേതാവ് പോലും അതിനപലപിച്ചില്ലല്ലോ, ഞങ്ങൾ ഇത് തിരുത്തും എന്ന് പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇത്ര മോശം പാർട്ടിയായി മാറിയല്ലോ എന്ന് കേരളത്തിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു ലീഡർ പത്രസമ്മേളനം വിളിച്ചു പറയുന്നതായിട്ട് നമ്മൾ ആരും കണ്ടില്ല. എന്താ അതിനർത്ഥം? അതിനർത്ഥം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബദലല്ല കോൺഗ്രസ്.
അപ്പൊ കോൺഗ്രസ് പറയുകയാണ് എന്താണ്, പിന്നെ ഞങ്ങൾ എങ്ങനെ ഇത്രയും സീറ്റുകളിൽ ജയിച്ചു? ഇത്രയും സീറ്റുകളിൽ ജയിച്ചത് ജനങ്ങൾക്ക് അങ്ങേയറ്റത്തെ വൈരാഗ്യം എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രീയപരമായിട്ടുള്ള ഈ മനുഷ്യനെ ഇനി ഈ ജനങ്ങളുടെ മുന്നിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തുള്ള പിണറായി വിജയനെ ഞങ്ങൾക്കിനി കാണുകയേ വേണ്ട എന്ന് തീരുമാനമെടുത്ത കേരളത്തിലെ ജനങ്ങൾ അവരെന്തു നോക്കി? ഭാരതീയ ജനതാ പാർട്ടി നല്ല രീതിയിൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർ BJP വിജയിപ്പിച്ചു. അല്ലാത്ത സ്ഥലങ്ങളിലാണ്, അധ്വാനിക്കാത്ത പല സ്ഥലത്തും കോൺഗ്രസ്സുകാർ വരെ ഞെട്ടിയില്ലേ? എന്താ കാരണം? അവരാരും വിചാരിച്ചിട്ടില്ല അവർക്ക് ഇത്രയേറെ സീറ്റുകൾ കിട്ടുമെന്ന്. കാരണം ഉണ്ടുറങ്ങി കഴിഞ്ഞിരുന്ന സുഖലോലുപന്മാരായിട്ടുള്ള കോൺഗ്രസിലെ പല സംസ്ഥാന നേതാക്കന്മാരെ കിളിപോയ അവസ്ഥയിലാണ് ഇപ്പൊ കേരളത്തിൽ. കാരണം എന്താണ്? നമ്മളൊക്കെ അധ്വാനിച്ചു. പറയാണ് ഞങ്ങൾ ശബരിമലയിൽ സമരം നടത്തി. എവിടെ സമരം നടത്തി? ശബരിമലയിലെ ആചാരത്തെ ലംഘിക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നപ്പോ നമ്മളാണ് റോഡിൽ പോരാട്ടം നടത്തിയത്, നമ്മളാണ് നാമജപ ഘോഷയാത്ര നടത്തിയത്. ഇവിടുത്തെ സാംസ്കാരിക നേതൃത്വത്തിന് എന്നും കൈത്താങ്ങായി നിന്നുകൊണ്ട് സുകുമാരൻ സാറിനെ പോലെയുള്ള ആളുകൾ അന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രവർത്തകരും രംഗത്ത് വന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സഹായമില്ലാതെ അവർ അയ്യപ്പന്റെ ആചാരത്തെ ലംഘിക്കുന്നവർക്കെതിരെ ഞങ്ങൾ ശബ്ദമുയർത്തുമെന്ന് ഒരിക്കലും ഇത്ര കഠിനമായിട്ടുള്ള വാക്കുകളിൽ സംസാരിക്കാത്ത സുകുമാരൻ സാറിനെ വരുന്നത് നമ്മൾ കണ്ടു. ഒരിക്കൽ പോലും ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുക്കാത്ത അമ്മമാർ, സഹോദരിമാർ അവർ നാമം ജപിച്ചുകൊണ്ട് റോഡിൽ ഇറങ്ങുന്നത് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വരുന്ന അമ്മമാർ റോഡിൽ ഇറങ്ങുന്നത് നമ്മൾ കണ്ടു. എന്നിട്ടോ കോൺഗ്രസ്സുകാർ പറയാണ് ഞങ്ങളാണ് ഈ ശബരിമലയിലെ ആചാരത്തെ സംരക്ഷിച്ചത്. ഇപ്പൊ ഇന്ന് പാർലമെന്റിന്റെ മുന്നിൽ സമരമാണ്. ഇന്ന് പാർലമെന്റിന്റെ മുന്നിൽ കറുപ്പുടുത്തുകൊണ്ട് സമരം നടത്തുകയാണ്. സ്ത്രീകൾ മല കയറിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രതികരണത്തോട് ചേർന്നു നിന്നുകൊണ്ട് ആചാരം ലംഘിച്ചാലും ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആ പേരും പറഞ്ഞ് അവര് നല്ല സന്തോഷത്തോടു കൂടിയിട്ട് രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. നമ്മുടെ പാർട്ടിയുടെ അന്നത്തെ അധ്യക്ഷൻ ശ്രീമാൻ ശ്രീധരൻപിള്ള അദ്ദേഹം സമരം പ്രഖ്യാപിക്കുകയും പന്തളത്തു നിന്ന് സമരത്തിന്റെ വലിയ ഘോഷയാത്ര തുടങ്ങുകയും ആ യാത്രയിൽ പതിനായിരക്കണക്കിന് വരുന്ന ആളുകൾ അണിനിരക്കുകയും ശക്തിയുക്തം ഞങ്ങൾ ഇതിനു വേണ്ടി പോരാട്ടം നടത്തുമെന്ന് പറയുകയും മുൻ അധ്യക്ഷൻ ജയിലിൽ പോവുകയും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ 11 ദിവസമാണ് നിരാഹാരം കിടന്നത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ. ഞാനും എന്റെ സഹപ്രവർത്തകന്മാരും, ചില ആളുകൾ 10 ദിവസം, ചില ആളുകൾ 9 ദിവസം, അങ്ങനെ നീണ്ട നിരാഹാര വ്രതം നടത്തുകയും കേരളത്തിൽ ആചാരത്തെ തകർക്കാൻ ശ്രമിച്ചാൽ അതിനെ തടയാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് തീരുമാനിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്മളൊക്കെ നിൽക്കുമ്പോ ചാനൽ മുറിയിൽ കയറിയിരുന്നിട്ട് അവർ പറയാണ് ഞങ്ങൾ ആ സമരം നടത്തി, ഞങ്ങൾ ഇവിടെ സമരം നടത്തി. ഒരു സമരവും നമ്മൾ ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പൊ നമ്മളാണ് ഉത്തർപ്രദേശ് ഭരിക്കുന്നത്, ബീഹാർ ഭരിക്കുന്നത്, ഗുജറാത്ത് ഭരിക്കുന്നത്, നമ്മൾ ഛത്തീസ്ഗഡില്, അതുപോലെ മണിപ്പൂരില്, നമ്മൾ ഹരിയാനയില്, നമ്മൾ ഡൽഹിയില്, ഇങ്ങനെ നോക്കിയാൽ ഈ ഭാരതത്തിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങൾക്കും ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ നമ്മുടെ പാർട്ടി വളരുകയാണ്. കേരളത്തിലും അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ വരാൻ പോകുന്ന നാളുകളിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, ഞാനൊക്കെ ചിന്തിക്കുന്നത് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും പിണറായി വിജയനും ഒന്നാവുക. എന്നിട്ടോ ദേശീയ തലത്തിൽ കാണുന്നത് പോലെ അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുക. നമ്മളടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ NDA മറുഭാഗത്ത് നിൽക്കും. ഒരിക്കലും ഇവർക്ക് നമ്മളെ തടുക്കാൻ സാധിക്കാത്ത രീതിയിൽ കേരളത്തിലെ ജനം ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കാൻ സന്നദ്ധമാകും എന്നതിന്റെ ഏറ്റവും വലിയ സൂചകമാണ് ഈ പഞ്ചായത്തുകളിൽ നമ്മൾ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഭരണം ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ അത് ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള ഭരണമായിരിക്കും. ഇവിടുത്തെ 4 ജനപ്രതിനിധികൾ ഇപ്പൊ അതുൽ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെ, അതുൽ വൈകിട്ടാണ് വന്നത്. അപ്പോ അതുലിനെ ഒരു ആദ്യം ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവിത മാർഗമായിട്ട് അതുല് ഒരു ഒരു ജോലി, ജനങ്ങൾക്ക് ജോലി കൊടുക്കാനും അതുല് ജീവിക്കാനും ഒക്കെ ആയിട്ട് ഒരു സംരംഭം തുടങ്ങി മുന്നോട്ട് വന്നപ്പോ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് അത് നിർത്തലാക്കിയതും പിന്നീട് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സെക്ടറിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അതുല് തീരുമാനിച്ചതും, അങ്ങനെ നമ്മുടെ ചെറുപ്പക്കാർ എന്ന് പറയുന്നത് നന്നായി ജീവിച്ചു കാണിച്ചു കൊടുക്കും. നമ്മൾ അമ്മമാരുടെ കൂടെയാണ്, നമ്മൾ സഹോദരിമാരുടെ കൂടെയാണ്, നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളവരാണ്. കാരണം നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് കൗമാരപ്രായത്തില് ഒരാളെ കൊന്ന് ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് ജയിലിൽ പോയി അതിന് തീരുമാനമെടുക്കുന്നവരല്ല.
നമ്മുടെ ആളുകൾ എന്ന് പറയുന്നത് അമരമാകണം എന്റെ രാഷ്ട്രം, വിശ്രുതി നേടണം, നിഖില വൈഭവപൂർണമാവണം, എവിടെയും ജനജീവിതം എന്നുള്ള ആ സംഘപ്രാർത്ഥനയെ, ആ വ്യക്തിഗീതത്തെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് മറ്റത്തൂര് പഞ്ചായത്തില് ഭരണം പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും 4 പേർ സംരക്ഷണ കവചമായിട്ട് മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാറ്റത്തിനോടൊപ്പം സംസ്ഥാന ഘടകം ഉണ്ടാകും എന്ന് നിങ്ങളെ അറിയിക്കാനും, നിങ്ങളെ ജയിച്ച ആളുകളെയും ഓട്ടത്തിൽ 2ാം സ്ഥാനത്തെത്തിയവരും പരാജയപ്പെട്ടു പോയവരും ആരും മോശക്കാരല്ല. എല്ലാവരും അതിശക്തമായിട്ട് പ്രവർത്തന രംഗത്ത് ഇനിയും ഉണ്ടാകണം, നമുക്ക് മുന്നോട്ട് പോകണം എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ മാർഗം തെളിയിക്കേണ്ടത്. വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതെന്തായാലും സംശയലേശം എന്നെ ഞാൻ പറയുകയാണ്, ഒന്നുകിൽ എന്റെ ഒരു സുഹൃത്ത് ഏതെങ്കിലും ഒരാൾ ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുത്ത് MLA ആയിട്ട് മാറ്റാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിന്റെ ആദ്യത്തെ കടമ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് മറ്റത്തൂർ പഞ്ചായത്തിൽ ഇങ്ങനെ 4 പേരെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പുതുക്കാടിൽ നിന്ന് MLA സൃഷ്ടിച്ച് വിജയിപ്പിച്ച് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഷാൾ അണിയിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് റോഡിലൂടെ നടത്തുമ്പോൾ ഞങ്ങളും കുറെ പേർ തൊട്ടപ്പുറത്തെ ജില്ലയിൽ ഉണ്ടാകും എന്ന് സൂചന നൽകിക്കൊണ്ടാണ് എന്റെ സഹപ്രവർത്തകരുടെ മുൻപിൽ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ജനപ്രതിനിധികളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. നിയോജക മണ്ഡലത്തിന്റെ അധ്യക്ഷന് കാര്യങ്ങൾ ഇനിയും കൂടുതൽ ഗൗരവതരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. കാരണം ഇനി വരാൻ പോകുന്നത് നമ്മൾ ഗ്രൗണ്ടിൽ യഥാർത്ഥത്തിലുള്ള ഒരു ഫൈനൽ, ആ ഫൈനൽ എന്ന് പറയുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും 40 സ്ഥലത്ത് ഭാരതീയ ജനതാ പാർട്ടി വലിയ ശക്തമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് നിലനിൽക്കുകയാണ്. ആ 40 സ്ഥലത്ത് നിലനിൽക്കുമ്പോൾ 2% നിന്ന് ത്രിപുരയിൽ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ അവിടുത്തെ BJPക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ 20% നിന്ന് കേരളത്തിന്റെ ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ നിയമസഭയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞയും തൃശ്ശൂരിലെ 28% വോട്ട് തൃശ്ശൂരിലുണ്ട്. നേരത്തെ ജയൻ വക്കീൽ പറഞ്ഞതുപോലെ കണക്കിന്റെ കളികൾ വ്യത്യസ്തമാണ് എന്ന് മാത്രമേ ഉള്ളൂ. തൃശ്ശൂരില് 28% വോട്ട് കിട്ടിയപ്പോ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി ജയിച്ചത്. ആലപ്പുഴയില് അതിനേക്കാൾ പെർസെന്റേജ് കൂടിയിട്ടും അവിടെ നമുക്ക് ജയിക്കാൻ പറ്റാതെ പോയത് അത് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് C ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ വരുന്നത്. 1.80 നിന്ന് 3 ലക്ഷത്തിലേക്കാണ് ഞങ്ങൾ വന്നത്. അപ്പുറത്ത് ആറ്റിങ്ങലിൽ ഉണ്ടായി, തിരുവനന്തപുരത്തുണ്ടായി, തൃശ്ശൂരിലുണ്ടായി. ഇതെല്ലാം ജനങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ട്. എന്നാൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അരികിൽ ചെന്ന് അവരുടെ കൈ പിടിച്ച് അമ്മായി, ചേച്ചി അല്ലെങ്കിൽ മോനെ എന്നൊക്കെ പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റം അല്ല എന്താണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. അവര് മനസ്സിലാക്കും. എങ്ങനെ മനസ്സിലാക്കും? ഈ ഗ്രാമത്തിനകത്തുള്ള പ്രവർത്തനത്തിന് വേണ്ടിയല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരാളെ വിജയിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അസംബ്ലിയിൽ ഒരു MLA എന്ന് പറയുന്നത് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ചരിത്രം കുറിക്കാൻ വേണ്ടിയിട്ടാണ്, കൃത്യതയോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രവർത്തനത്തിന് ആരെ ഏൽപ്പിക്കണം എന്നുള്ളത് ഇപ്പൊ കോൺഗ്രസ്സുകാർ ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നല്ല വോട്ട് കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ ഈസി ആയിട്ട് അങ്ങനെ സുഖമായിട്ട് നടന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ അതൊന്നും കേരളത്തിൽ നടപ്പിലാവാൻ പോകുന്നില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്, അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. അപ്പോ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ശക്തിയുക്തം പ്രവർത്തിച്ച് ഈ പുതുക്കാട് നിന്ന് ഒരു MLA നമ്മുടെ റോഡിലൂടെ നടന്നു പോകണമെന്നുള്ള ആ ഒരു സ്വപ്നമാണ് ഈ 4 ജനപ്രതിനിധികളിലൂടെ മറ്റത്തൂർ പഞ്ചായത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്, പാർട്ടിയുടെ സംസ്ഥാന ഘടകം കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്തും വരാൻ സാധിച്ചു, വിജയത്തിന് ശേഷവും വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ കടമ നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ഈ വാർഡുകളിൽ നല്ല വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ജനപ്രതിനിധികളായിട്ടുള്ള നമ്മുടെ സഹോദരന്മാർക്കും നമ്മുടെ സഹോദരിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ജില്ലാ പഞ്ചായത്തിലെ 2ാം സ്ഥാനം നേടിയിട്ടുള്ള നമ്മുടെ സംസ്ഥാന നേതാവിനെയും ഈ വേദിയിൽ ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ആദരണീയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ
സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ശോഭ ചേച്ചി, അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷൻ ശ്രീ വേണുചേട്ടൻ, അതുപോലെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പി ജി ജയൻ ചേട്ടൻ, മറ്റു വിജയിച്ച സ്ഥാനാർത്ഥികൾ, അതുപോലെ തന്നെ ഈ പോരാട്ട വീര്യത്തിൽ നമുക്ക് മുൻപന്തിയിൽ എത്താൻ സാധിച്ചില്ലെങ്കിലും പാർട്ടിക്ക് വേണ്ടി പോരാടിയ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ, മറ്റു